അങ്ങനെ നമ്മളെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ലോണം ഉപ്പിലിട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു അച്ചാറും കൂടി ആവാമല്ലേ. അതും നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഇനി ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇതുവരെ അച്ചാർ ഇടാൻ മടിയുള്ളവർക്കെല്ലാം ഈസി ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കല്ലുപ്പ് വാരിയിട്ടിട്ട് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെച്ചിന് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഒരു 4 ദിവസത്തിന് ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ജീരകം, കടു, ഉലുവ ഇവ മൂന്നും നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ച് വെക്കണേ. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇങ്ങനെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി അങ്ങനെ തന്നെ നമ്മൾ പൊടികളും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളെ മിക്സും ചേർത്ത് കൊടുക്കുക. ഈ ഒരു മാങ്ങേലിൻ്റെ വെള്ളം തന്നെ കേട്ടോ അതിൽ കാണുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കായപ്പൊടി. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി അച്ചാർ പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പൊടി മാത്രം ചേർത്താൽ തന്നെ മതിയേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മളെ പൊടികളെല്ലാം ഇട്ട് ഇനി കുറച്ച് മാത്രം നമ്മളെ സിർക്കയും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഇത് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടാണ് വെച്ചത് മാങ്ങ, എന്നാലും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം, നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.